السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, മിഅ്റാജിന്റെ കാരണം, അതിന്റെ കാരണം കുറച്ച് നമുക്ക് പഠിക്കാം. എന്താണ്? ഒരിക്കൽ ഭൂമി ആകാശത്തോട് പറഞ്ഞു, കടലുകൾ, പുഴകൾ, പർവ്വതങ്ങളും നാടുകളും മറ്റു നൽകിക്കൊണ്ട് അല്ലാഹു എന്നെ മനോഹരമാക്കിയിരിക്കുന്നു. അതിനാൽ നിന്നേക്കാൾ മഹത്വം എനിക്കാണ് എന്ന് ഭൂമി ആകാശത്തോട് പറഞ്ഞു. അപ്പോൾ ആകാശം പറഞ്ഞു, നിന്നേക്കാൾ മഹത്വം എനിക്കാണ്. എന്തേ കാരണം? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും രാശികളും അർശും കുർസിയും സ്വർഗവും നരകവും എല്ലാം എന്നിലാണ്. അതുകൊണ്ട് നിന്നേക്കാൾ മഹത്വം എനിക്കാണ് എന്ന് ആകാശം പറഞ്ഞു. അപ്പോൾ ഭൂമി പറഞ്ഞു, അംബിയാ മുർസലുകളും ഔലിയാക്കളും മുഅ്മിനീങ്ങളും സന്ദർശിച്ച് തവാഫ് ചെയ്യുന്ന കഅബ ഉള്ളത് എന്നിലാണ് എന്ന് ഭൂമി പറഞ്ഞു. ആകാശം പറയുകയാ, ആകാശ ലോകം മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മഅ്മൂറും അംബിയാ മുർസലുകളുടെയും ഔലിയാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും ആത്മാക്കളുള്ള ജന്നത്തുൽ മഅവാ എന്ന് അത് എന്നിലാണുള്ളത്. അതുകൊണ്ട് ആകാശം പറഞ്ഞു, ഞാനാണ് നിന്നേക്കാൾ മേലെയുള്ളത്. അപ്പോൾ ഭൂമി പറഞ്ഞു, എന്നാൽ മുർസലുകളുടെയും നേതാവും അവസാനത്തെ നബിയും അല്ലാഹുവിന്റെ ഹബീബും സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും ഉത്തമരുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയാണ് വാസസ്ഥലമാക്കിയത്. അവിടുത്തെ ശരീഅത്ത് നടപ്പിലാക്കുന്നതും എന്നിലാണ്. ഇത് കേട്ടപ്പോ ആകാശമുത്തരം മുട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇലാഹി അൻത തുജീബുൽ മുൽതറ ഇദാ തആക വഅന അജസ്തു അൻ ജവാബിൽ അർദ് فأسألك أن تصعد محمدا صلى الله عليه وسلم إلي فأتشرف به وافتخر به الأرض. അല്ലാഹുവേ, നീ പ്രയാസപ്പെടുന്നവർ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണല്ലോ. ഞാൻ ഭൂമിയോട് തോറ്റിരിക്കുന്നു. നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കൊണ്ട് ഭൂമിയെ മഹത്വമാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നിലേക്ക് കൊണ്ടുവന്ന് എന്നെയും മഹത്വപ്പെടുത്തിയാലോ. എന്നാൽ എനിക്ക് ഭൂമിയോട് മേന്മ നടക്കാമല്ലോ. അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. റജബ് 27 ഇസ്റാ മിഅ്റാജ് സംഭവമുണ്ടായി. പ്രസ്തുത രാത്രി അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു,
ഇന്ന് രാത്രി നിങ്ങൾ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല. അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഈ രാത്രി ആരുടെയും റൂഹ് പിടിക്കരുത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അതെന്താ? ഖിയാമത്ത് നാളായോ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഖിയാമത്ത് നാളായിട്ടില്ല. താങ്കൾ സ്വർഗ്ഗത്തിൽ ചെന്ന് ബുറാക്കിനെയും കൂട്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുക. എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ ചെന്നു. നെറ്റിയിൽ മുഹമ്മദ് എന്ന പേരുള്ള 40,000 ബുറാഖുകൾ സ്വർഗ്ഗത്തിൽ ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു ബുറാഖ് മാത്രം കണ്ണീരൊഴുക്കിക്കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കാരണം അന്വേഷിച്ചു. അപ്പോഴാണ് മറുപടി, 40,000 കൊല്ലമായി മുഹമ്മദ് എന്ന പേര് ഞാൻ കേൾക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് ആ പേരിന്റെ ഉടമസ്ഥനോട് അതിയായ സ്നേഹം വരികയും വെള്ളവും ഭക്ഷണവും ആവശ്യമില്ലാത്ത വിധം ഞാൻ ആ സ്നേഹത്തിൽ കത്തിയെരിയുകയും ചെയ്തിരിക്കുന്നു. വല്ലാത്ത സ്നേഹമാണ് എനിക്ക്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ സ്നേഹിതനോടൊപ്പം നിന്നെ ഞാൻ ചേർത്തു തരാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനെ ജീനിക്ക് കെട്ടുകയും കടിഞ്ഞാണിടുകയും അതിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയും ചെയ്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരിഫീങ്ങളിൽ മഹാന്മാരിൽ ചിലർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 34 തവണ ഇസ്റാ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ശരീരവും ആത്മാവും കൂടി പങ്കാളിയായത് ഒന്നിൽ മാത്രമാണ് ബാക്കിയുള്ളത്. ആത്മാവ് മാത്രമുള്ള സ്വപ്നങ്ങളായിരുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ കേട്ട ഇൽമു നമുക്ക് ജീവിതത്തിൽ പകർത്തണം, നമുക്ക് പഠിക്കണം. അല്ലാഹു ഇൽമു ധാരാളമായി പഠിക്കാനുള്ള അവസരം അല്ലാഹു നൽകുമാറാകട്ടെ.